ചന്ദ്ര അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പ്രാങ്ക് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു രേണു സുധീനെ നമുക്ക് വിളിക്കാം. ദുബായിലായിരിക്കും ഇനി. ദുബായിയോ ഇന്റർനാഷണൽ ഉദ്ഘാടനം ആയിരിക്കും. നോക്കാം. എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കാൻ തരാ. വിളിച്ചു നോക്കാം. ബിൻസിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ചാച്ചൻ സംസാരിക്കണം എന്ന് പറഞ്ഞു. ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാമോ? ഞാനേ ചാച്ചന് കൊടുക്കാവേ. ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. രേണു സുഖാണോ? ഇവിടെ ഞാൻ വിളിച്ച എനിക്കൊരു ചെറിയ സൗണ്ട് ഒരു പ്രശ്നമായി. ജലദോഷം അപ്പം ഇത് വന്നിട്ട് ചെയ്തിട്ട് ചൈന ഭാഷ പറയുന്നോടാ. ഞാൻ വിളിച്ചത് മോളെ ഒരു ഓട്ടോ, ചാച്ചന്റെ ഒരു പുതിയ ഓട്ടോ എല്ലാരും കൂടെ ഏറി കയറ്റി പുതിയൊരു ഓട്ടോയും കൂടെ വാങ്ങിക്കാൻ പറ്റി. അപ്പൊ അതിന് അയ്യോ നീ എന്താ ഇങ്ങനെ ആയി പോയാ? എന്ത് പറഞ്ഞാലും വിഴുകിക്കോണം. താങ്ക് യു സോ മച്ച്. അപ്പൊ മോളോ ഒന്ന് എന്റെ മൈൻഡിൽ അതാണ്, മോളും വന്ന് മറിച്ചിട്ടാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് 2024 അന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ. മസ്താനിയും മോളും കൂടെയാണ് അത് ഉദ്ഘാടനം. അത്രയും വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. മസ്താനിയെ എനിക്ക് കൊണ്ടുവരണം, കാരണം എന്റെ മോള് അത്രയും കയറ്റിയല്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നാൽ എനിക്ക് മൂന്നാമതൊരു ഓട്ടോ വാങ്ങിക്കാം. പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോള് പറഞ്ഞാൽ അത് മീറ്റർ ഇട്ട് തരാം. അലുവയിൽ നിന്നാണ് ആലുവ ജംഗ്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇവനത് വിശ്വസിക്കും. എന്തു പറഞ്ഞാലും അങ്ങ് വിഴുങ്ങി അങ്ങ് വിശ്വസിക്കും. ചാച്ചൻ വാങ്ങിക്കുന്ന ഓട്ടോ മോക്ക് അവസാനം വേണോന്ന് പറയരുത്. അവസ്ഥ ഇപ്പൊ അങ്ങനെയാണല്ലോ കാലങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഓക്കെ. പിന്നെ തട്ടാപ്പകൽ അപമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മയെ ഉണ്ടായിരിക്കണോ? ഈ സംസാരിച്ച ചാച്ചൻ എന്റെ ചാച്ചനല്ല. ഇത് ഞാന് ഒരു പാവം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, മാഹിൻ മച്ചാൻ. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.